മലയാളത്തിലും അന്യഭാഷകളിലും ആരാധകരേറെയുള്ള താരമാണ് മമ്മൂക്ക. മമ്മൂക്കയുടെ യാത്രയ്ക്കും പേരൻപിനും വൻ വരവേൽപ്പാണ് ലഭിച്ചത്. അഭിനയരംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഈ അവസ്ഥയിൽ മമ്മൂക്കയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് ഒരു കോൺഗ്രസ് നേതാവിട്ട ഫേസ്ബുക്ക് പോസ്റ്റും ഇതിന് താഴെ എത്തിയ മമ്മൂട്ടി ആരാധകരുടെ കമൻറ്റും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും വലിയ ആരാധക പിന്തുണയുള്ള താരമാണ് മമ്മൂക്ക. പ്രായം കൂടും തോറും ചെറുപ്പമാകുന്നു എന്നതും കൂടുതൽ കഥാമൂല്യമുള്ള സിനിമകളുടെ ഭാഗമാകുന്നു എന്നതും മമ്മൂക്കയുടെ സവിശേഷതയാണ്. അടുത്ത കാലത്ത് റിലീസായ പേരൻപ്, യാത്ര തുടങ്ങിയ ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. പേരൻപിലെ കഥാപാത്രത്തിന് വലിയ പ്രശംസയായിരുന്നു അദ്ദേഹത്തെ തേടിയെത്തിയതും. വെള്ളിത്തിരയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും ആരാധകർ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവവും പെരുമാറ്റവുമെല്ലാം ചർച്ചയാകാറുണ്ട്. മലയാളത്തിൽ സൂപ്പർ താരങ്ങൾക്ക് വലിയ ഫാൻസ് പിന്തുണയാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. താരങ്ങളെ കളിയാക്കിയും മറ്റുമൊക്കെയുള്ള പോസ്റ്റുകൾക്ക് ആരാധകർ പൊങ്കാലയും ഇടാറുണ്ട്. ഇപ്പോൾ സൂപ്പർ സ്റ്റാർ മമ്മൂക്കയെ വിമർശിച്ച് പോസ്റ്റിട്ട കോൺഗ്രസ് നേതാവിനെ പൊങ്കാലയിടുകയാണ് ആരാധകർ. താരത്തെ വിമർശിച്ച് പോസ്റ്റിട്ട KP നൗഷാദ് അലിക്കെതിരെ വലിയ രീതിയിലാണ് സൈബർ ആക്രമണം ഉയരുന്നത്. അഭിമന്യുവിൻ്റെ കുടുംബനിധിയിലേക്ക് രഹസ്യമായി 5 ലക്ഷം രൂപ സംഭാവന നൽകി P രാജീവിനോട് പരസ്യമാക്കാൻ പറഞ്ഞവനാണ് മമ്മൂട്ടിയെന്നും ഗുജറാത്തിൽ ഡിഫി ഇല്ലാത്തതുകൊണ്ട് കലാപമുണ്ടായെന്ന് ഉരിയാടിയവനാണ് മമ്മൂട്ടിയെന്നും വസന്തകുമാറിൻ്റെ വീട്ടിൽ എത്തിയെന്നറിയിക്കാൻ മാധ്യമങ്ങളെ ചട്ടം കെട്ടിയവനാണ് മമ്മൂട്ടിയെന്നും ആരോപിക്കുന്നു. ഷുഹൈബും പെരിയയും TPയും ഒന്നും അറിയില്ലേലും ലാലിനെ പോലെ സംഘിപ്പട്ടവും വിദ്വേഷ നിർമ്മിതിയും ഒന്നും ഏശാത്ത സുരക്ഷിത സ്ഥാനീയനാണ് സഖാവ് മമ്മൂട്ടിയെന്നും വിമർശിക്കുന്നു. നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുമായി നടക്കുന്ന താങ്കൾ രമേശ് ജിയുടെ കല്യാണത്തിന് തിരക്കി ചെന്നാൽ ബാലൻസ്ഡ് ആവുമെന്ന് കരുതിയാൽ നീ പോമോനെ ദിനേശ എന്നും നീ വെറും കുട്ടിയാണ് എന്നും പറയാനുള്ളതെന്നും പോസ്റ്റിൽ പറയുന്നു. പോസ്റ്റിന് താഴെ ഫാൻസുകാരുടെ അസഭ്യവർഷമാണ്. ആളാവാനും 4 പേർ അറിയാനുമാണ് ഇത്തരം പോസ്റ്റുകൾ ഇടുന്നതെന്നാണ് മമ്മൂട്ടി ആരാധകർ പറയുന്നത്. നിരവധി പേരാണ് നൗഷാദ് അലിയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ആകെ 200-ന് താഴെ ലൈക്കും 50-ന് താഴെ കമൻറ്റും കിട്ടിയിരുന്ന ആൾക്ക് വിചാരിച്ചതിലും കൂടുതൽ ലൈക്കും കമൻറ്റുകളുമാണ് എത്തിയത്. നാട്ടുകാർക്ക് പോലും അറിയാത്ത ഒരാളെ 4 ആൾ അറിഞ്ഞില്ലേ, ഇത്രേ അയാളും ഉദ്ദേശിച്ചുള്ളൂവെന്നും അഭിപ്രായമുണ്ടോ. ഇത്തരം പോസ്റ്റുകൾ ഫേമസ് ആകാൻ വേണ്ടി മനഃപൂർവ്വം ഇടുന്നതാണെന്നും കമൻറ്റുകൾ എത്തുന്നു. സിനിമയിലും ജീവിതത്തിലും തൻ്റേതായ നിലപാടുകൾ സൂക്ഷിച്ചാണ് മമ്മൂട്ടി മുന്നേറുന്നത്. പരസ്യമായ വിമർശനത്തിനോ അഭിപ്രായ പ്രകടനത്തിനോ മുതിരാറില്ലെന്ന് കരുതി താരത്തിനെ വിമർശിക്കുന്നവരെ വെറുതെ വിടലെന്ന മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഫാൻസ് പ്രവർത്തകരുടേത്. ജാതിമത വേർതിരിവുകളില്ലാതെയാണ് താരം എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത്. ഒരിക്കൽ പോലും രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. സിനിമയാണ് തൻ്റെ രാഷ്ട്രീയമെന്നും അഭിനയമാണ് തൻ്റെ ജോലിയെന്നുമാണ് മമ്മൂട്ടി പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളത്. തനിക്ക് നേരിട്ട സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് താൻ പോലീസിൽ പരാതി നൽകിയെന്ന് നൗഷാദ് അലി പറഞ്ഞു. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയുടെ ആരാധകർ എന്നവകാശപ്പെടുന്ന ഒരുപറ്റം സാമൂഹിക വിരുദ്ധർ മോശമായ ഭാഷയിൽ തൻ്റെ കുടുംബത്തെ പോലും വിമർശിക്കുന്നുവെന്നും നൗഷാദ് അലി കൂട്ടിച്ചേർക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്. സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിൻ്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും.